നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകയിരം നക്ഷത്രത്തെ കുറിച്ചാണ്. മകയിരം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെയുള്ള ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ തീയതികളിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്നും അതിൽ ആ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ വരാൻ പോകുന്നുവെന്നും ആ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി അറിയുവാനും അതുപോലെ പ്രവർത്തിക്കാനും ജീവിതം വളരെ ഐശ്വര്യവും സമൃദ്ധവുമാക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇത് മകയിരം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും വന്ന് ഭവിക്കുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ മകയിരം നക്ഷത്രക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചന്ദ്രദേവനാണ് നിങ്ങളുടെ ദേവത. നമ്മൾ ധനപരമായിട്ടുള്ള ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ജൂൺ 17, 24, 28 തീയതികള് ധനപരമായിട്ട് നിങ്ങൾക്ക് മെച്ചമുണ്ടാകുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താവുന്നത്, അതുപോലെ തന്നെ പണം നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്ന ദിവസങ്ങളാണ്. ഇന്നേ ദിവസം ചെയ്യുന്ന എല്ലാ ധനപരമായിട്ടുള്ള ഇടപാടുകളും നിങ്ങൾക്ക് ലാഭകരമായി മാറുന്നതാണ്. ചെറിയ ചെറിയ തുകകൾ നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ പല വഴിക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ബ്രോക്കറിങ്ങിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതുമൂലം കൂടുതൽ പണം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പണം വന്നെത്തുന്നതാണ്. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു തൊഴിലിനും വരുമാനം കൂടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ഈ സമയത്ത് അറിയാവുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. എന്നിരുന്നാലും ധനപരമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജൂൺ 20, 29 തീയതികളിൽ തീരുമാനം എടുക്കാനൊക്കെ വൈകിയാൽ നഷ്ടം സംഭവിക്കുന്നതാണ്. ധനപരമായിട്ടുള്ള ഇടപാടുകൾ ജൂൺ 20-നും 29-നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം അത് പെട്ടെന്ന് കൈക്കൊള്ളേണ്ടതുണ്ട്. അത് പിന്നീടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടം സംഭവിക്കുന്നതാണ്. അത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്ത് ചെയ്യുക. ഈ ധനപരമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾ നടത്തുമ്പോൾ രണ്ട് മനസ്സ് നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒറ്റ മനസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. രണ്ട് മനസ്സ് വന്നു കഴിഞ്ഞാൽ ആ ധനപരമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് സംസാരം കൊണ്ട് ആളുകളെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ ജൂൺ 18 മുതൽ 25 വരെയുള്ള തീയതികളിൽ സൗഹൃദത്തിനും പ്രണയത്തിനും യാത്രകൾക്കുമൊക്കെ മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് വളരെ ഇതിനൊക്കെ പറ്റിയ ഒരു സമയമാണ്. സഹോദരങ്ങളും അയൽക്കാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ദൃഢമാകുന്നതാണ്. കസിൻസും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ദൃഢമാകുന്നതാണ്. നിങ്ങൾക്ക് എതിരെ ചെറിയ ചെറിയ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ജൂൺ 23-നൊക്കെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അന്നത്തെ ദിവസമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ട്. വാക്ക് പാലിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബന്ധങ്ങളിലെ ചെറിയ ഉലച്ചിൽ തട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് ഒറ്റ മനസ്സോടുകൂടി തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം, നിങ്ങൾ ഇപ്പൊ വിദ്യാർത്ഥിയായിരിക്കാം, സ്വയം തൊഴിൽ ചെയ്യുന്നവരായിരിക്കും, ഏതുമാകട്ടെ നിങ്ങളുടെ കർമ്മം എന്താണോ അതിന്റെ ഫലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജൂൺ 16 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആശയവിനിമയം, അതായത് വാർത്താ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവര്, യൂട്യൂബേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു സമയമാണ്. കലാകായിക രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ്. എന്തുകൊണ്ടും ഈ 16 മുതൽ 22 വരെ കർമ്മരംഗത്ത് വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. പുതിയ കോൺട്രാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ജൂൺ 26-ന് ശേഷം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കർമ്മ മേഖലയിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് പറ്റിയൊരു സമയമാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭവന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യകാര്യം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂൺ 19, 27 തീയതികളിൽ അലർജി, ചുമ ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. അനാവശ്യമായ ടെൻഷനുകളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു മനസ്സിന് ചാഞ്ചാട്ടമുള്ള ആളുകളായിട്ടാണ് ഈ മകയിരം നക്ഷത്രക്കാരെ കാണുന്നത്.
അതൊന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അന്വേഷണത്വര നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക, അതിന് കാലതാമസം വരുത്തുക, അതൊക്കെ നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജൂൺ 21, 30 തീയതികളിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങൾ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പലതും തുടങ്ങി വെച്ചതൊക്കെ നിങ്ങൾ പൂർത്തിയാക്കാതെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഓം സോമായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏറ്റവും കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കണം. ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഇത് ജപിക്കുകയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അതുമൂലം നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പച്ച നിറം അല്ലെങ്കിൽ ഇളം നീല നിറമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതേപോലെയുള്ള നിറങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുന്നതും വളരെ നല്ലതാണ്. ഇത് മകയിരം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. ഇത് മറ്റ് മതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.